ഹായ്, വെൽക്കം ടു ജിനൂസ് ഫാഷൻ. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് തയ്യാർ ചെയ്യാനായിട്ട് പോവാണ്. നമ്മളെല്ലാവരും കഴിക്കുന്നതാണ് പഴംപൊരി, ഏത്തയ്ക്കാപ്പം. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ഏത്തയ്ക്കാപ്പം ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയിലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ തയ്യാർ ചെയ്യാമെന്നോ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് ഇപ്പോൾ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം ബാറ്റർ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മളൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായി ഞാനിവിടെ 2 ടീസ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഞാൻ 1/2 ടീസ്പൂണ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾ ഇട്ടിട്ടില്ല കളറിന് വേണ്ടി. ഇത് നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ബാറ്റർ നമ്മൾ ഇനി മഞ്ഞൾ പൊടി ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് മുക്കി എടുക്കുന്ന സമയത്ത് മാത്രം നമുക്കൊന്ന് മഞ്ഞൾ പൊടി ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അടച്ച് നമുക്കൊരു 10-15 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏത്തയ്ക്ക നമ്മൾ നന്നായിട്ടൊന്ന് പൊളിച്ചിട്ട് നമ്മളിതൊന്ന് കുഴയ്ക്കാൻ പോവാണ്. ഇത് നല്ല കറുത്ത് പഴുത്ത് ഇരിക്കുകയാണ് ഈ ഏത്തയ്ക്ക. അത് കാരണം നമുക്കിത് പ്രത്യേകിച്ച് ചൂടാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരുമാതിരി പച്ച ഏത്തക്കയാണെങ്കിൽ നിങ്ങളത് ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതിനിപ്പോൾ ആവശ്യമില്ല, കാരണം നന്നായിട്ട് പഴുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ആവി പുഴുങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഏത്തയ്ക്ക നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഏത്തയ്ക്ക നന്നായിട്ട് കണ്ടില്ലേ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒരു ആട്ടയൊക്കെ നമ്മൾ കുഴച്ച് വെക്കുന്ന പോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മൈദയും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഏത്തയ്ക്ക, മൈദ അതുപോലെ അരിപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചു. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഒത്തിരി ഇതായിട്ട് തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി നേരം ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർപ്രൈസിങ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മീറ്റാണ്. അപ്പോൾ മീറ്റാണ് ഇന്ന് നമ്മൾ പഴംപൊരിയിൽ സ്റ്റഫ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മീറ്റ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നേരത്തെ വെച്ചതാണ്. ചൂടോടെ ഇതിനകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഒരു ദിവസം മുമ്പ് നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഈസി ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കിത് ടേസ്റ്റും നല്ലതായി. ഒരു ദിവസം കഴിഞ്ഞാണെന്നല്ലോ നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ ഈ മീറ്റിന് നല്ലൊരു ടേസ്റ്റും വരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒത്തിരി വെള്ളം ആക്കരുത്. റോസ്റ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ഡ്രൈ ആയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തത് നമ്മൾ ബാറ്ററിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ടില്ലായിരുന്നു. നമ്മൾ ബാറ്ററിലേക്ക് മഞ്ഞൾ പൊടി ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ കളറിന് വേണ്ടിയാണ് ഈ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എണ്ണയൊന്ന് ചൂടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് കയ്യിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ നമുക്ക് ഈ മാവ് കുറച്ച് നമുക്ക് കയ്യിലെടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബാറ്ററിലേക്കൊന്ന് മുക്കിയിട്ട് നമുക്കിത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി നമ്മൾ സ്റ്റഫ് ചെയ്തത് ഇവിടെ റെഡി ആവുന്നുണ്ട്. കണ്ടില്ലേ, കോർണർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി. അടുത്തത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈസ്റ്റ് ഇട്ടുകൊണ്ടാണ് നന്നായിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റഫിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് വഴി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീനു.